I think I've had enough disease. I'm sick of all the bad thoughts, people who are half-nots. You were not as tough as ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു സെറ്റപ്പിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ റാൻഡം ആയിട്ട് ഫോളോ ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് സെറ്റിംഗ്സുകളും അതുപോലെ തന്നെ നമ്മൾ പ്ലേയിങ് 11 സെറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സെറ്റ് ചെയ്യുന്ന കുറച്ച് സെറ്റിംഗ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ റാൻഡം ആയിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം തന്നെ നമ്മൾ നേരെ നമ്മുടെ സെറ്റിംഗ്സിലോട്ടേക്ക് പോവുകയാണ്. യെസ്, ഇവിടെ നമ്മൾ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാസിൽ ഗെയിം സെറ്റിംഗ്സിൽ ഗ്രാഫിക്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ആണ്. അതിൽ പ്ലെയർ ഗ്രാഫിക്സിൽ ഞാൻ സ്റ്റാൻഡേർഡ് ആണ് കൊടുത്തേക്കുന്നത്, സ്റ്റേഡിയം ഗ്രാഫിക്സിൽ സ്റ്റാൻഡേർഡ് ആണ്, ഫ്രെയിം റേറ്റിംഗിൽ 60 FPS ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. എൻ്റെ ഒരു അത്യാവശ്യം നല്ല ഡിവൈസ് ആയിട്ട് പോലും ഞാൻ ഈ ഒരു ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഹൈ ഒന്നിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ യൂഷ്വലി ഓൺലൈൻ മാച്ചൊക്കെയാണ് കളിക്കുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ പ്ലേ സെറ്റിംഗ്സിലാണ്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും ഈ ഒരു സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലാവരും വില്ലനൊക്കെ ആയിട്ടുള്ള നമ്മുടെ സ്മാർട്ട് അസിസ്റ്റ് ഓഫ് ആക്കിയിട്ടാണ് കളിക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കിയിട്ടും കളിക്കാം. സെക്കൻഡ് പോയിന്റ് ആണ് നമ്മുടെ കൺട്രോൾ ടൈപ്പ്. ഇത് തീർച്ചയായിട്ടും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടച്ച് ആൻഡ് ഫ്ലിക്ക് ആണ് ഞാൻ പേഴ്സണലി കളിക്കുന്നത്. വെർച്വൽ പാഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കളിക്കാം എന്നുള്ളതാണ്. ഞാൻ പണ്ട് തൊട്ടേ ടച്ച് ആൻഡ് ഫ്ലിക്ക് ആണ് കളിക്കാറുള്ളത്. അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അറ്റാക്കിംഗ് വളരെ ശോകമാണ്. പക്ഷേങ്കിൽ വെർച്വൽ പാഡിലാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിംഗ് നല്ലോണം ചെയ്യാൻ പറ്റും. ഡിഫൻസിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയൊരു അഭിപ്രായമൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനിയുള്ളത് നമ്മുടെ ഡയറക്ഷണൽ സ്റ്റിക്ക് ടൈപ്പ് ആണ്. ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് മൂവ് ആണ്. മൂവിൽ അത്യാവശ്യം നമുക്ക് കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ തന്നെ നിങ്ങൾ ടച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമന്റും കാര്യങ്ങളൊന്നും ഗെയിമിൽ ട്രിഗർ ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് മൂവ് തന്നെയാണ്. ഓഫ് ചെയ്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആക്യുറസി കുറവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാം എന്നുള്ളതാണ്. മൂവ് ആണ് എനിക്കും ബെസ്റ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇനിയുള്ളത് കോഴ്സ് ചേഞ്ച് ആണ്. ഇവിടെ ഞാൻ സെമി ഓട്ടോ ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് മാനുവലി കൺട്രോൾ ചെയ്ത് പഠിക്കാനാണ്. ഞാൻ അത്യാവശ്യം മാനുവലി കളിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിരിക്കുന്നത് സെമി ഓട്ടോ തന്നെയാണ്. അസിസ്റ്റഡ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമുക്ക് വേണ്ടുന്ന ടൈമിൽ നിങ്ങൾക്കൊരു സ്വിച്ചിങ് കാര്യങ്ങളും ചെയ്യാൻ ഈ ഒരു അസിസ്റ്റഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. സെമി ഓട്ടോ ആകുമ്പോൾ നമുക്ക് വേണ്ടുന്ന സമയത്ത് നമുക്ക് തന്നെ മാനുവലി കൺട്രോൾ ചെയ്യാം. പക്ഷേങ്കിൽ അല്ലാത്തപ്പോൾ ഗെയിം തന്നെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയുള്ളതാണ് മൂവ്മെന്റ് ഇൻപുട്ട് റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ വീഡിയോ ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ നേരെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാം. പക്ഷേ പെട്ടെന്ന് തന്നെ നിങ്ങളെ കൺട്രോളും കാര്യങ്ങളൊക്കെ വിട്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾ ജോയ്സ്റ്റിക്ക് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെറിയ രീതിയിലുള്ള മൂവ്മെന്റും കാര്യങ്ങളും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഗെയിം പ്ലേയിൽ എനിക്ക് മീഡിയം ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നത്. വൈഡ് ഇടുന്ന ടൈമിൽ നമുക്ക് ചെറിയ ചെറിയ മൂവ്മെന്റും കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും ഇടാൻ സാധിക്കാത്തൊരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യുക, നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി വരുന്നത് നമ്മുടെ ഫ്ലെക്സിബിൾ ഓട്ടോ കൺട്രോൾ ആണ്. ഇവിടെ ഓഫും ഓണും കാണാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ്ലി ഗെയിം കളിക്കുമ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്. അതായത് ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യാത്ത ടൈമിൽ നമ്മുടെ പ്ലേസിനെ കൺട്രോൾ ചെയ്യും. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കത് മാനുവലി സ്വിച്ച് ചെയ്തിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഇനിയുള്ള നമ്മുടെ ഫിൻ കമാൻഡ് ആണ്. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് കോഴ്സ് ചേഞ്ച് കൺട്രോൾസ് ആണ്. ഇവിടെ ഞാൻ ടാപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. ഡബിൾ ടാപ്പ് ആൻഡ് ഫ്ലിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും നോക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിഫോൾട്ട് ആക്കിയിട്ടാലും വലിയ രീതിയിൽ നിങ്ങളുടെ ഗെയിം പ്ലേനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂവ്മെൻറ്റിനൊന്നും ബാധിക്കാത്ത കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഇഷ്ടം പോലെ ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇനിയുള്ളത് നമ്മുടെ ഗെയിം പ്ലാനുള്ള സെറ്റിംഗ്സ് ആണ്. ഗെയിം പ്ലാനിൽ സ്ക്വാഡ് ബിൽഡിങ്ങിനെ കുറിച്ച് ഞാൻ പ്രത്യേകം കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായിരിക്കും. സോ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത് ഇൻ മാച്ച് റോൾസിൽ നമുക്ക് ഇവിടെ ബാക്ക് സൈഡ് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും. അറ്റാക്ക് 1-ൽ എപ്പോഴും ഒരു CBക്ക് കൊടുക്കുക. CBക്ക് നല്ല ഹെഡിങ് കാര്യങ്ങളൊക്കെ വരണം. അതായത് ഒരു 90 അബോവെങ്കിലും റേറ്റിംഗ് വരുന്നുണ്ടെങ്കിൽ ഒരു CBക്ക് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അറ്റാക്ക് 2-ൽ ഞാനിവിടെ കൊടുക്കുന്നത് നല്ലൊരു CFനാണ്. CFന് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 91 റേറ്റിംഗ് വരുന്നുണ്ട്. സോ 91 ആ ഒരു CFനെ നിങ്ങൾ അസൈൻ ചെയ്യാന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോർണർ കിക്ക് ടേക്കർ ആണ്. ഇവിടെ നമ്മുടെ ലെഫ്റ്റിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ബെയിലിനാണ്. ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ലെഫ്റ്റിലേക്ക് സെലക്ട് ചെയ്യേണ്ടത് ഒരു റൈറ്റ് ഫുട്ടറും അതുപോലെ തന്നെ റൈറ്റിലേക്ക് സെലക്ട് ചെയ്യേണ്ടത് ഒരു ലെഫ്റ്റ് ഫുട്ടറാണ്. സോ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് കോർണർ കിക്ക് കാര്യങ്ങളൊക്കെ എടുക്കാനാവുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗെയിം പ്ലാനിൽ സെറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ഇത് നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്
മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ ഇവിടെ നമ്മളൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പോണന്റ് കാണാൻ സാധിക്കും. ഒരു AI മാച്ച് ആണ്. സോ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ഫോം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യെല്ലോ ഫോമും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ CFL കിടക്കുന്ന പ്ലെയർക്കും അതുപോലെ തന്നെ DMFൽ കിടക്കുന്ന പ്ലെയർക്കും CBക്കും അതുപോലെ തന്നെ ഗോൾ കീപ്പർക്കും മെയിനായിട്ടും നല്ല ഫോം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ DMFനായിക്കോട്ടെ CBക്ക് ആയിക്കോട്ടെ നമ്മുടെ ഗോൾ കീപ്പർക്ക് ആയിക്കോട്ടെ നല്ല ഫോം ഉണ്ട്. ഇനി നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CFനെയാണ്. CFന് ഒരു നല്ല ഫോമുള്ള ഒരു പ്ലെയറെ കൂടി റീപ്ലേസ് ചെയ്യുക. സോ ഇതാണ് മെയിനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 60 above മിനിറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എപ്പോഴും DMFനെയും അതുപോലെ തന്നെ ഒരു CBനും, അതായത് മെയിനായിട്ട് ഞാൻ റീപ്ലേസ് ചെയ്യുന്നത് ഒരു ഡിസ്ട്രോയർ ഞാൻ എപ്പോഴും റീപ്ലേസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ CFനും അതുപോലെ തന്നെ നിങ്ങളുടെ AMFനൊക്കെ ആയിട്ട് നിങ്ങളുടെ സ്കോർ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ DMFനെയും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രോയറേയും എപ്പോഴും നിങ്ങൾ സെക്കൻഡ് ഹാഫ് ഒരു 65 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ റീപ്ലേസ് ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലൊക്കെ നിങ്ങൾ കൺസീഡ് ചെയ്യാമെന്നുള്ളതാണ്. അറ്റാക്കിംഗ് പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താം. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മളൊരു ബേസിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മുടെ വീഡിയോസിനെ കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്.